നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാടിന്റെ ചിരകാല സ്വപ്നമായ സ്പോർട്സ് ഹബ് യാഥാർത്ഥ്യമാകുന്നു. സ്പോർട്സ് ഹബ് നിർമ്മിക്കുക ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 21 ഏക്കർ സ്ഥലത്ത്. കേരള ക്രിക്കറ്റ് അസോസിയേഷനും ക്ഷേത്രം ട്രസ്റ്റും ധാരണാപത്രം കൈമാറി. ദേവസ്വം ഭൂമി ക്ഷേത്ര വരുമാനത്തിനും സാമൂഹിക പുരോഗതിക്കും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് KCAക്ക് പാട്ടത്തിന് നൽകുന്നതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. 30 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന കായിക പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2026 പൂർത്തീകരിക്കുമെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ്. കേരള കലാമണ്ഡലത്തിൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിയെങ്കിലും പ്രതിഷേധവുമായി അധ്യാപകർ. താൽക്കാലിക അനധ്യാപക ജീവനക്കാർ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അധ്യാപകർ രജിസ്റ്ററിൽ ഒപ്പിട്ടില്ല. പ്രതിഷേധം അകാരണമായി പിരിച്ചുവിട്ടതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവിലേക്ക് നയിച്ചതെന്ന് വൈസ് ചാൻസലർ. ഒറ്റപ്പാലം നഗരസഭയിൽ കൗൺസിൽ യോഗം മാറ്റിവെച്ചതിനെതിരെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികളുടെ പേരിൽ മാറ്റിവെച്ചത് സുപ്രധാന യോഗമെന്ന് UDF BJP കൗൺസിലർമാർ. തിങ്കളാഴ്ച ചേരാൻ നിശ്ചയിച്ച യോഗം മാറ്റിവെച്ചതായി ചെയർപേഴ്സൺ ഞായറാഴ്ച അറിയിച്ചത് ഔദ്യോഗിക രീതിയിലായിരുന്നില്ലെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. പാലക്കാടിന്റെ ചിരകാല സ്വപ്നമായ സ്പോർട്സ് ഹബിനായി KCAയും ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റും ധാരണാപത്രം കൈമാറി. മലബാർ ദേവസ്വം ബോർഡും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബോർഡ് പ്രസിഡന്റ് MR മുരളി സ്പോർട്സ് ഹബിന്റെ ഉടമ്പടിക്കാര്യങ്ങൾ വ്യക്തമാക്കി. ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 21 ഏക്കർ സ്ഥലത്താണ് സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുന്നത്. ദേവസ്വം ഭൂമി ക്ഷേത്ര വരുമാനത്തിനും സാമൂഹിക പുരോഗതിക്കും ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായാണ് KCAക്ക് വാടകയ്ക്ക് നൽകുന്നതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി പറഞ്ഞു. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് KCA സെക്രട്ടറി വിനോദ് S. കുമാറും ക്ഷേത്രം ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ M. മണികണ്ഠനുമാണ് കരാർ ഒപ്പുവെച്ചത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഉയർന്നുവന്ന ആശയം നടപ്പിലാക്കാനായി മന്ത്രി MB രാജേഷ് സ്ഥലലഭ്യതയ്ക്കായി മുൻകൈയെടുത്തു. 30 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കായിക പദ്ധതിയിൽ 2 ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ, ഫ്ലഡ് ലൈറ്റ്, ക്ലബ് ഹൗസ്, നീന്തൽക്കുളം, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ മൈതാനങ്ങൾ കൂടാതെ മറ്റ് കായിക ഇനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഒരുക്കും. ആദ്യഘട്ട നിർമ്മാണം 2026 പൂർത്തീകരിക്കും. രണ്ടാം ഘട്ടം 2027 ഏപ്രിൽ മാസത്തോടെ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. പുതിയ പദ്ധതി ജില്ലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഹബ്ബ് പൂർത്തിയാകുന്നതോടെ എല്ലാ കായിക ഇനങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നത് ജില്ലയിലെ കായിക മേഖലയ്ക്ക് വൻ കുതിപ്പുണ്ടാക്കുമെന്നുമാണ് പ്രതീക്ഷ. പദ്ധതിയിലൂടെ ക്ഷേത്രത്തിന് 10 ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായും പ്രതിവർഷം 21,35,000 രൂപ വരുമാനമായും ലഭിക്കും. 5 വർഷം കൂടുമ്പോൾ 12% വർധന വാടകയിൽ നടപ്പിലാക്കുമെന്നും MR മുരളി പറഞ്ഞു. 2019 ഇങ്ങനെ രാഷ്ട്രീയം രൂപം കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പാലക്കാട് നടത്തിയിട്ടുള്ള വിവിധ മേഖലയിലെ പ്രമുഖരുമായിട്ടുള്ള അഭിമുഖത്തിൽ KCA ഭാരവാഹികളാണ് പാലക്കാട്ടൊരു സ്ഥലം അനുവദിച്ചു തരികയാണെങ്കിൽ ഒരു സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കാൻ കഴിയും എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത്. അന്ന് പാലക്കാട് MP ആയിരുന്ന ഇന്നത്തെ മന്ത്രി ശ്രീ MB രാജേഷ് മുൻകൈ എടുത്തുകൊണ്ടാണ് ഭൂമിയുടെ അന്വേഷണം ആരംഭിച്ചത്. അങ്ങനെയാണ് ചാത്തൻകുളങ്ങര ക്ഷേത്രത്തിന്റെ ഭൂമി ലഭ്യമാകും എന്നൊരവസ്ഥ ആലോചനയിൽ വന്നത്. പിന്നീട് കോവിഡിൽ മുങ്ങിപ്പോയി കാര്യങ്ങളെല്ലാം. കുറെ കാലത്തേക്കൊന്നും നടന്നില്ല. അടുത്ത കാലത്ത് മലബാർ ദേവസ്വം ബോർഡ് ഇക്കാര്യം വീണ്ടും സജീവമായി ചർച്ച ചെയ്യുകയും KCA ഭാരവാഹികളുമായി ആലോചിച്ച് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ സജീവമാക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ വളരെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രദേശവാസികൾക്ക് ജോലിക്ക് മുൻഗണന നൽകാനും വ്യവസ്ഥയുണ്ട്. ഭഗവതി ക്ഷേത്രത്തിൻ്റെയും അസോസിയേഷൻ്റെയും പേരിലായിരിക്കും സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുക. 2018 തുടങ്ങിയ നടപടിക്രമങ്ങൾ കോവിഡ് മൂലം വൈകുകയായിരുന്നു. മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് 1951 പ്രകാരം തുടങ്ങിയ നടപടികൾ മലബാർ ദേവസ്വവും അമ്പലം ട്രസ്റ്റും സെപ്റ്റംബറിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നുവെന്ന്
MR മുരളി പറഞ്ഞു. എല്ലാ ജില്ലകളിലും അത്യാധുനിക നിലവാരത്തോടെയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പാലക്കാട്ട് പുതിയ പ്രൊജക്ടിന് തുടക്കം കുറിക്കുന്നതെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് അറിയിച്ചു. ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭൂമി 33 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് ഹബ്ബ് നിർമ്മിക്കുന്നത്. പാട്ടക്കരാർ ഡിസംബറിൽ ഒപ്പിടുമെന്നും ജനുവരിയിൽ ആദ്യഘട്ട നിർമ്മാണം ആരംഭിക്കുമെന്നും KCA അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KCA വൈസ് പ്രസിഡന്റ് P. ചന്ദ്രശേഖരൻ, പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് R. രാധാകൃഷ്ണൻ, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി അജിത് കുമാർ, KCA മെമ്പർ A. സിയാബുദ്ദീൻ, ദേവസ്വം ബോർഡ് അംഗം A. രാമസ്വാമി, ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു, ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ നന്ദകുമാർ, ക്ഷേത്രം മാനേജർ M. മണികണ്ഠൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്ത് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറി കത്തി നശിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുലർച്ചെ 3:45 സംഭവം. വിശ്രമത്തിനായി നിർത്തിയിട്ട ലോറിയുടെ മുൻപിലെ ക്യാബിനിൽ നിന്ന് തീ പടരുകയായിരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപമാണ് ലോറി നിർത്തിയിട്ടിരുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 3:45 തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ ഡ്രൈവർ കൽപ്പാത്തി സ്വദേശി താജുദ്ദീൻ ചാടിയിറങ്ങിയതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് ഷൊർണൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ലോറിയും ലോറിയിലുണ്ടായിരുന്ന സാധനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. പാലക്കാട് ഭാഗത്തുനിന്ന് ന്യൂഡിൽസ് ലോഡുമായി ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള കലാമണ്ഡലത്തിൽ അധ്യാപകർ ഉൾപ്പെടെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിയെങ്കിലും അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അകാരണമായി പിരിച്ചുവിട്ടതിന്റെ കാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. തിങ്കളാഴ്ച അനധ്യാപകർ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അധ്യാപകർ ജോലിയിൽ പ്രവേശിച്ചില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പിരിച്ചുവിടലിലേക്ക് നയിച്ചതെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ 125 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവന്നത്. ഇതിനു പിന്നാലെ ആലത്തൂർ MP K. രാധാകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി ചർച്ച നടത്തി. തുടർന്ന് മന്ത്രി ഇടപെട്ട് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിപ്പിക്കുകയായിരുന്നു. കലാമണ്ഡലത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകുമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവിലേക്ക് നയിച്ചതെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ വ്യക്തമാക്കി. അത് ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാനായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം വിളിച്ചിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു മാറ്റമുണ്ടാവും, അദ്ദേഹത്തിന്റെയും അല്ലെങ്കിൽ ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാവും എന്ന രീതിയിൽ അതിന് അങ്ങനെ ഉറപ്പിന്മേലാണ് അത് നമ്മളിപ്പോ കലാമണ്ഡലം ആ ഒരു ഓർഡർ പിൻവലിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് മുതൽ ഇവർക്ക് ജോലി പ്രവേശിക്കാൻ കഴിയും? തീർച്ചയായിട്ടും ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി സ്ഥാപനം നേരിടുന്നുണ്ട്. ഇത് പിരിച്ചുവിട്ടിട്ടില്ല. ഒരു സാമ്പത്തികമായ ഒരു കാര്യങ്ങളിലുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. മാത്രമല്ല ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് നമ്മൾ കലാമണ്ഡലം ചെയ്തിട്ടുള്ളത്. ഉത്തരവ് റദ്ദു ചെയ്തതോടെ അനധ്യാപകർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അകാരണമായി പിരിച്ചുവിട്ടതിൽ കാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിക്കുകയായിരുന്നു. രാവിലെ കലാമണ്ഡലത്തിലെത്തി രജിസ്റ്ററിൽ ഒപ്പിടാതെയാണ് പ്രതിഷേധം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം നഗരസഭയിൽ കൗൺസിൽ യോഗം മാറ്റിവെച്ചതിനെതിരെ പ്രതിഷേധം. തിങ്കളാഴ്ച രാവിലെ 10:30 ജനറൽ കൗൺസിൽ ചേരുമെന്നാണ് സഗർമ എന്ന സാങ്കേതിക സംവിധാനം വഴി കൗൺസിലർമാർക്ക് അറിയിപ്പ് നൽകിയിരുന്നത്. ഇത് മാറ്റിവെച്ചതായി ഞായറാഴ്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ചെയർപേഴ്സൺ അറിയിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായത്. രാവിലെ പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സന്റെ ചാംബറിലെത്തി യോഗം മാറ്റിവെച്ച സാഹചര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് പ്രതിഷേധമറിയിക്കുകയായിരുന്നു. സഗർമ എന്ന സാങ്കേതിക സംവിധാനത്തിൽ ഷെഡ്യൂൾ ചെയ്ത കൗൺസിൽ മാറ്റുവാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകേണ്ട അവസാന തീയതി നാളെയാണെന്നതിനാൽ തിരക്കുള്ളതിനാലാണ് കൗൺസിൽ യോഗം മാറ്റിവെച്ചതെന്നാണ് ചെയർപേഴ്സൺ നൽകിയ മറുപടിയെന്ന് UDF BJP അംഗങ്ങൾ പറഞ്ഞു. ഈ കാരണം അപ്ഡേറ്റ് ചെയ്യാൻ സഗർമയിൽ സാധ്യമല്ല. അറിയിപ്പുകൾ നൽകിയത് ഔദ്യോഗിക രീതിയിലായിരുന്നില്ല. നിരവധി ടെൻഡർ നടപടികൾ ഉൾപ്പെടെ അംഗീകരിക്കാനുള്ള കൗൺസിൽ യോഗമാണ്
വ്യക്തമായ കാരണമില്ലാതെ മാറ്റിവെച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. ഇതുകൊണ്ട് തന്നെ കക്ഷി നേതാക്കൾക്ക് അധ്യക്ഷ രേഖാമൂലം വിശദീകരണം നൽകണമെന്നും BJP UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആരോഗ്യരംഗത്തെ ജാഗ്രതാപൂർണമായ ഇടപെടലിലൂടെ കേരളത്തിൽ എയ്ഡ്സ് രോഗവ്യാപനം ഫലപ്രദമായി തടയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് A. പ്രഭാകരൻ MLA പാലക്കാട് മുട്ടിക്കുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക എയ്ഡ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. എയ്ഡ്സ് ബാധിതരുടെ പുനരധിവാസം പ്രായോഗിക തലത്തിൽ തന്നെ നടപ്പിലാക്കണമെന്നും A. പ്രഭാകരൻ MLA ചൂണ്ടിക്കാട്ടി. എയ്ഡ്സ് വ്യാപനം തടയുന്നതിൽ ജില്ലയിലെ ആരോഗ്യവകുപ്പ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിർത്തി മേഖലകൾ, ഡ്രൈവർമാർ എന്നിവരിലെ ബോധവൽക്കരണം ഫലം കണ്ടു. ലഹരി ഉപയോഗത്തിലൂടെ വഴിതെറ്റിയുള്ള ജീവിതം മാരക രോഗത്തിന് അടിമപ്പെടുത്തുന്നുണ്ട്. ലഹരി ഉപയോഗം ഇല്ലാതാക്കിയാൽ തന്നെ കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വൈറസ് ബാധിച്ചയാൾക്ക് രോഗം മാറില്ലെങ്കിലും ആരോഗ്യത്തോടെ അധികനാൾ ജീവിക്കാൻ കഴിയുന്ന പോഷക കിറ്റുകളും മരുന്നുകളും സർക്കാർ വിതരണം ചെയ്യുന്നുണ്ടെന്നും MLA പറഞ്ഞു. അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം. ദിനാചരണത്തിൻ്റെ ഭാഗമായി വിളംബര റാലിയും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ KR വിദ്യ എയ്ഡ്സ് ദിന സന്ദേശം നൽകി. ജനപ്രതിനിധികളായ ഷാബിറ, VK ജയപ്രകാശ്, പ്രിയ മണികണ്ഠൻ, സുനിത സത്താർ, ഡോക്ടർ അനന്തൻ, രജന രാമകൃഷ്ണൻ, ഡോക്ടർ ഹരിദാസ്, ഡോക്ടർ PR ഷിനോജ്, ഷാഹുൽ ഹമീദ്, സുനിൽകുമാർ, സുമതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റ് രചന മത്സരം സംഘടിപ്പിച്ചു. വായനശാല സെക്രട്ടറി അജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് R. റിൻസി അധ്യക്ഷയായി. എഴുത്തുകാരൻ ദിവാകരൻ പരുത്തിപ്പുള്ളി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ധന്യ ജയപ്രകാശ്, V. ഗിരിജ, പത്മിനി ടീച്ചർ, ലൈബ്രറിയൻ V. ചിത്ര എന്നിവർ സംസാരിച്ചു. ബാലവേദി കോർഡിനേറ്റർ സുജിത സ്വാഗതം ആശംസിച്ചു. 4ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള 20ഓളം കുട്ടികളാണ് ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തത്. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊടകര കുഴൽപ്പണ കേസിലെ കള്ളപ്പണം സൂക്ഷിച്ചത് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെന്ന് മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കിയവരെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിരിച്ചുവിടണമെന്നും തിരൂർ സതീഷ് തൃശൂരിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിലനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത്. പാർട്ടി ഇടപെട്ടുകൊണ്ട്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ച ഈ ആളുകളെ, ഇപ്പോഴും അവർ പാർട്ടിയുടെ ചുമതലകളിൽ ഇരിക്കുന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കള്ളപ്പണം കൊണ്ടുവന്ന് സൂക്ഷിച്ച പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിക്ക് പേരുദോഷമുണ്ടാക്കിയ ആളുകളെ ഉടനെ തന്നെ പിരിച്ചുവിടണം. പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് വേണം പാർട്ടി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. പിന്നെ ഈ പണം 9 ചാക്കുകളായി കൊണ്ടുവന്നത്, അന്ന് തന്നെ അതിൽ 3 ചാക്ക് ഈ ധർമ്മരാജൻ, പണം കൊണ്ടുവന്ന ധർമ്മരാജൻ കൊണ്ടുവന്ന് കൊടുത്തതിന് പിന്നാലെ ധർമ്മരാജൻ ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം 3 ചാക്കുകൾ ജില്ലാ ട്രഷറർ സുജയ് സേനൻ, ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത 2 പേർ ഓഫീസിൽ വരികയും അവർക്ക് ഈ ചാക്ക് കെട്ടുകൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. 3 കെട്ട് ചാക്കുകൾ ഓഫീസിൽ നിന്ന് ഈ കൊണ്ടുവന്ന ദിവസം തന്നെ രാത്രി 3 കെട്ട് ചാക്കുകൾ കൈമാറിയിട്ടുണ്ട്. ഓഫീസിൽ വന്നു എന്നുള്ളത് ഗൗരവകരമായ ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഈ നേതൃത്വം മറുപടി പറയണത്. ജില്ലാ നേതാക്കൾക്ക് വ്യക്തമായിട്ട് അറിയാം ഈ പണം ആരുപയോഗിച്ചു, എന്തിനുപയോഗിച്ചു, ആരൊക്കെ ഇത് വീതം വെച്ചു, എല്ലാം വെളിപ്പെടുത്തണം. പെരുങ്ങോട്ടുകുരിശിയിൽ സമുന്നതി 2024 പട്ടികജാതി സ്പെഷ്യൽ പ്രൊജക്ടിന്റെ ഭാഗമായി യുവജന സംഗമം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. യുവജന സംഗമത്തിൽ എന്റെ തൊഴിൽ എന്റെ അഭിമാനം, മൊബിലൈസേഷൻ, GOT രജിസ്ട്രേഷൻ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പരിപാടിയിൽ പഞ്ചായത്ത് അംഗം ഭാനുരേഖ അധ്യക്ഷയായി.
കുടുംബശ്രീ ജില്ലാ മിഷൻ DPM പ്രിയങ്ക വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളെക്കുറിച്ചും പരിശീലന പരിപാടികളെക്കുറിച്ചും ക്ലാസ് എടുത്തു. കമ്മ്യൂണിറ്റി അംബാസിഡറും തേങ്കുറിശി CDS സമുന്നതി മെന്ററുമായ നിഖിലയാണ് രജിസ്ട്രേഷൻ നടപടികൾ നടത്തിയത്. സുകന്യയുടെ നേതൃത്വത്തിൽ സംരംഭക ക്ലാസ് എടുത്തു. CDS അക്കൗണ്ടന്റ് യമുന, CDS അംഗങ്ങൾ, വാർഡ് മെമ്പർമാർ, തൊഴിലന്വേഷകർ, സമുന്നതി മെന്റർമാർ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്രിപ്പാല കോങ്ങാട് റോഡിൽ നടപ്പാത നിർമ്മിക്കാൻ നടപടിയായി. പത്രിപ്പാല സർക്കാർ സ്കൂളിന് സമീപത്തായി 180 മീറ്റർ ദൂരമാണ് നടപ്പാത നിർമ്മിക്കുന്നത്. സ്കൂളിനോട് ചേർന്നുള്ള പാതയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കാൽനടയാത്ര ദുഷ്കരമാക്കുന്നെന്ന് കാണിച്ച് FTV നൽകിയ വാർത്തയെ തുടർന്നാണ് നടപടി. പത്രിപ്പാല ടൗണിൽ നിന്ന് സ്കൂൾ ഗേറ്റ് വരെയുള്ള 180 മീറ്റർ ദൂരമാണ് നടപ്പാത നിർമ്മിക്കുന്നതെന്ന് വാർഡംഗം A ഷിഹാബ് പറഞ്ഞു. മാർച്ചിനകം നടപ്പാത നിർമ്മാണം പൂർത്തീകരിക്കും. ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു. സഹകരണ വകുപ്പും സംസ്ഥാന സഹകരണ യൂണിയനും ചേർന്ന് സംഘടിപ്പിക്കുന്ന 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിച്ചത്. തിരുവാതിരക്കളി മത്സരം പട്ടാമ്പി അസിസ്റ്റന്റ് രജിസ്ട്രാർ T അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ബാങ്ക് പ്രസിഡന്റ് M മോഹൻദാസ് അധ്യക്ഷനായി. പട്ടാമ്പി ബാങ്ക് പ്രസിഡന്റ് NP വിനയകുമാർ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർ EP ശിവശങ്കരൻ, കൊപ്പം ബാങ്ക് വൈസ് പ്രസിഡന്റ് A ബാലകൃഷ്ണൻ, സഹകരണ ഇൻസ്പെക്ടർ V സുനിൽ, സെയിൽസ് ഓഫീസർ K മധു, പള്ളിപ്പുറം ബാങ്ക് സെക്രട്ടറി VT ചന്ദ്രിക എന്നിവർ സംസാരിച്ചു. വിവിധ ബാങ്കുകളിൽ നിന്നായി 5 ടീമുകളാണ് തിരുവാതിരക്കളി മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ 1ാം സ്ഥാനം ആതിഥേയരായ പള്ളിപ്പുറവും 2ാം സ്ഥാനം പട്ടാമ്പി SCBയും നേടി. ചടങ്ങിൽ വിവിധ ബാങ്കുകളിലെ ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അക്ഷരജാലകം ഗുരുശ്രേഷ്ഠ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 4 അധ്യാപകർക്കാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചത്. അധ്യാപകരായ വിനയചന്ദ്രൻ, TK സൗദ, A റൈഹാന, V വർഷ എന്നിവർക്ക് സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്റർ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകി. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിലിന് PN പണിക്കർ പുരസ്കാരവും സമർപ്പിച്ചു. ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഒറ്റപ്പാലം പാവുകോണം മുണ്ടനാട്ടുകര കുമരമംഗലം കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത് സപ്താഹയജ്ഞവും തൃക്കാർത്തിക മഹോത്സവവും നടക്കും. ഡിസംബർ 8-ന് സപ്താഹയജ്ഞം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുണ്ടനാട്ടുകര കുമരമംഗലം കാർത്യായനി ദേവി ശ്രീകൃഷ്ണ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 8 മുതൽ 15 വരെയാണ് ഭാഗവത സപ്താഹയജ്ഞം. ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. 8-ന് വൈകുന്നേരം 4 മണിക്ക് ആചാര്യനെ പൂർണ്ണകുംഭം നൽകി ആന്തൂർ പറമ്പിൽ നിന്ന് ആനയിക്കും. തുടർന്ന് ദീപ പ്രോജ്വലനം നടക്കും. പത്മശ്രീ ഹെർ ഹൈനസ് ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ MS ശ്രീരാജകൃഷ്ണൻ പോറ്റിക്ക് കാർത്യായനി ക്ഷേത്രം ദേവീപ്രസാദം പുരസ്കാരവും വ്യവസായി KV സജീഷിന് കാർത്യായനി ദേവി പുരസ്കാരവും അമ്പിളി സോമന് കാർത്യായനി ക്ഷേത്രം ഭക്തപ്രിയ പുരസ്കാരവും നൽകി ആദരിക്കും. 13-ന് തൃക്കാർത്തിക മഹോത്സവം കൊണ്ടാടും. പനാവൂർ മനക്കൽ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 9:30-ക്ക് നിറപറ സമർപ്പണം, വൈകിട്ട് മേളത്തോടുകൂടി ദീപാരാധന, ചുറ്റുവിളക്ക്, സഹസ്രദീപം തെളിയിക്കൽ, ഭഗവത് സേവ എന്നിവയുണ്ടാവും. മുണ്ടനാട്ടുകര ഉണ്ണികൃഷ്ണന്റെ ശിക്ഷണത്തിൽ നവപ്രതിഭകൾ വാദ്യകലയിൽ അരങ്ങേറ്റം കുറിക്കും. മറ്റു വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഡിസംബർ 8 മുതൽ 15 കൂടിയ ദിവസങ്ങളിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. എല്ലാ വർഷവും തൃക്കാർത്തിക മഹോത്സവമാണ് ഗംഭീരമായിട്ട് ആഘോഷിക്കാറുള്ളത്. അതിനോടനുബന്ധിച്ച് ഇത്തവണ ഭാഗവത സപ്താഹത്തോടു കൂടിയിട്ടാണ് കാർത്തിക വിളക്ക് ആഘോഷിക്കുന്നത്. ബ്രഹ്മശ്രീ ജയേഷ് ശർമാജിയാണ് യജ്ഞാചാര്യൻ. ഈ സപ്താഹ യജ്ഞത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത, ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പത്മശ്രീ ഹെർ ഹൈനസ് ഡോക്ടർ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ചൗടിയാർ കൊട്ടാരം. അവരാണ് ഈ ഒരു യജ്ഞത്തിൻ്റെ ഉദ്ഘാടന
കർമ്മം നിർവഹിക്കുന്നത്. ഡിസംബർ 8-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ആന്തൂർപ്പറമ്പ് സെൻറ്ററിൽ നിന്നും അവർക്ക് താള മേളങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പ്രൗഢഗംഭീരമായ വരവേൽപ്പും അതോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്ക് ഒരു ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഉദ്ഘാടന സദസ്സിലെ ധാരാളം വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്. ക്ഷേത്രം തന്ത്രി ഉൾപ്പെടെ അഖില തന്ത്രി പ്രചാരക് സഭയുടെ ദേശീയ ചെയർമാൻ ആയിട്ടുള്ള ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, ഗുരുവായൂർ മഞ്ചരീസിൻ്റെ ചെയർമാൻ അമ്പിളി സോമൻ, ആചാര്യൻ പ്രസാദ് പുളിക്കൽ, സംഗീത സംവിധായകൻ ഡോക്ടർ ബാബുരാജ് പരിയാനംപറ്റ, സിനിമാ സംവിധായകനായിട്ടുള്ള ശ്രീ സുഭാഷ് ഭാസ്കർ, കവിയും കോളമിസ്റ്റുമായിട്ടുള്ള ശ്രീ ശരത്ചന്ദ്ര കർത്ത, ക്ഷേത്രം പ്രസിഡന്റ് AP ശശിധരൻ, സെക്രട്ടറി സുധീർ പടിയത്ത് പറമ്പിൽ, KT വേണുഗോപാൽ, S സുജേഷ് ഉണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാടിന്റെ ചിരകാല സ്വപ്നമായ സ്പോർട്സ് ഹബ് യാഥാർത്ഥ്യമാകുന്നു. സ്പോർട്സ് ഹബ് നിർമ്മിക്കുക ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 21 ഏക്കർ സ്ഥലത്ത്. കേരള ക്രിക്കറ്റ് അസോസിയേഷനും ക്ഷേത്രം ട്രസ്റ്റും ധാരണാപത്രം കൈമാറി. ദേവസ്വം ഭൂമി ക്ഷേത്ര വരുമാനത്തിനും സാമൂഹിക പുരോഗതിക്കും ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് KCIക്ക് പാട്ടത്തിന് നൽകുന്നതെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. 30 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന കായിക പദ്ധതിയുടെ 1-ാം ഘട്ടം 2026-ൽ പൂർത്തീകരിക്കുമെന്ന് KCI പ്രസിഡന്റ് ജയേഷ് ജോർജ്. കേരള കലാമണ്ഡലത്തിൽ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിയെങ്കിലും പ്രതിഷേധവുമായി അധ്യാപകർ. താൽക്കാലിക അനധ്യാപക ജീവനക്കാർ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അധ്യാപകർ രജിസ്റ്ററിൽ ഒപ്പിട്ടില്ല. പ്രതിഷേധം അകാരണമായി പിരിച്ചുവിട്ടതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവിലേക്ക് നയിച്ചതെന്ന് വൈസ് ചാൻസലർ. ഒറ്റപ്പാലം നഗരസഭയിൽ കൗൺസിൽ യോഗം മാറ്റിവെച്ചതിനെതിരെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികളുടെ പേരിൽ മാറ്റിവെച്ചത് സുപ്രധാന യോഗമെന്ന് UDF BJP കൗൺസിലർമാർ. തിങ്കളാഴ്ച ചേരാൻ നിശ്ചയിച്ച യോഗം മാറ്റിവെച്ചതായി ചെയർപേഴ്സൺ ഞായറാഴ്ച അറിയിച്ചത് ഔദ്യോഗിക രീതിയിലായിരുന്നില്ലെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.